ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടാക്കട്ട കെട എന്ന് പറഞ്ഞ ആട്. ആടിൻ്റെ കൂടെയുള്ള കെടാക്കട്ടാരിനെ മധുരയിൽ പറയുന്നതാണ് ജോക്കി എന്നുള്ളത്. ഓക്കെ 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 ഈ കെടാക്കട്ടാരി എന്ന് പറയുന്ന ആളാണ് ജോക്കി, കെടേനെ ഏവുന്ന ആൾ. ഓക്കെ 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 ആ ഒരു നെയിം ഡയറക്ടർക്ക് ഇൻസ്പയർ ആയി അദ്ദേഹം അതിന് ജോക്കി എന്ന നെയിം കൊടുത്തു. ഓക്കെ. അപ്പൊ പ്രൈമറിലി ഇതിൽ ആ കെടാക്കെട്ട് അല്ലെങ്കിൽ ജോക്കി എന്ന് പറയുന്ന ആളാണോ ഇതിൽ ഈ സിനിമയിൽ ഒരു മുഖ്യ വേഷം? അതെ 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 അതെ. ഈ അനിമൽ ട്രെയിനറിന് നമ്മൾ ജോക്കി എന്നാണല്ലോ പറയുക. ഇതിൽ രണ്ടുപേർക്കും ആടുണ്ട്. ആടിനെ മെയിൻ കഥാപാത്രമാക്കിയിട്ടാണ് സ്റ്റോറി പോകുന്നത്. ഓക്കെ. ഫ്രം ദ ട്രെയിലർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗോഡ് ഫൈറ്റ്, ഈ കെടാസെറ്റ എന്ന് പറയുന്ന സംഭവം, അപ്പൊ ആ ഒരു ഗോഡ് ഫൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ സോ എന്താണ് ശരിക്കും ഈ സിനിമയുടെ ഒരു തീം, അല്ലെങ്കിൽ ഈ ഗോഡ് ഫൈറ്റ് ആണോ? അതെ, ഇതൊരു മധുരൈ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്ന ഒരു ചിത്രമാണ്. ഇത് മധുരയിലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്പോർട്ടാണ് ഈ കെഡാ സൺഡേ എന്ന് പറയുന്നത്, ജല്ലിക്കെട്ട് പോലെ. അപ്പോൾ അതാണ് ഡയറക്ടർ ഫുള്ളായി റിസർച്ച് ചെയ്തിട്ടുള്ളത്.